ഇപ്പോ യഥാർത്ഥം പറഞ്ഞാൽ ഇന്ന് സ്കൂളുകളും കോളേജുകളും ഇന്നത്തെ ഫെമിനിസ്റ്റുകൾ കാരണം വേശ്യാലയമാർ മാറിയിരിക്കും. കേൾക്കാനുള്ള ആളാണോ പെണ്ണ്? സ്ത്രീകളെ വിളിച്ചിട്ടുള്ള ഏറ്റവും വലിയ തെറിയത് പൊടി ഡാഷ്മോളെന്ന് വിളിക്കും. നിങ്ങളുടെ കാമുകി പറയുകയാണ് പോടാ ഡാഷ്മോനെ ഇഷ്ടപ്പെടുവില്ല. അന്ന് കട്ടി അമ്മ വെക്കുന്ന ആഹാരം കൊള്ളാമോ? അമ്മയെന്ന് പറഞ്ഞാൽ യഥാർത്ഥം പറഞ്ഞാല് അച്ഛനൊരു ഭാഗ്യവാനാണ്. എല്ലാ വലിയ വീരവാദം ഇറക്കുന്നവരും സ്ഥിരം അടിക്കുന്ന ഒരു ഡയലോഗായിരുന്നു. ഭാര്യയെ കുറിച്ച് കുറ്റം പറയും, കാമുകിയെ കുറിച്ച് കുറ്റം പറയും, പെങ്ങളെ കുറിച്ച് കുറ്റം പറയും, നാട്ടിലുള്ള പെണ്ണുങ്ങളെ. അമ്മയെ കുറിച്ച് ചോദിക്കുമ്പോൾ അച്ഛന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു. എന്നാൽ മകന് നല്ലൊരു അമ്മയല്ല. ഏഷ്യാനെറ്റിൽ ബിഗ് ബോസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ബിഗ് ബോസ് എന്നെ വിളിച്ചിട്ടില്ല. എല്ലാവരെ വിളിക്കുകയാണെങ്കിൽ ബിഗ് ബോസിലേക്ക് പോകാനുള്ള കാട്ടിക്കൂട്ടലാണ്. അല്ല, ബിഗ് ബോസിലേക്ക് പോകേണ്ട കാട്ടിക്കൂട്ടേണ്ട കാര്യമില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് തോന്നൊരു കഥ പറഞ്ഞു. അവൾക്കൊരു കാമുകനുണ്ടായിരുന്നു. ആ കാമുകനിപ്പോൾ അവളെ ഭയങ്കര ഭീകരമായി ഫോളോ ചെയ്തു. എന്തുകൊണ്ടാണ് നിങ്ങൾ ബ്രേക്കപ്പ് ആയത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്, രാവിലെ 7 മണിക്ക് ഞാൻ എഴുന്നേക്കണം, എഴുന്നേറ്റ് ഫോട്ടോ എടുത്ത് അവരെ അയച്ചു കൊടുക്കണം. 8 മണിക്ക് പല്ല് തേക്കണം, പല്ല് തേക്കുമ്പോൾ വീഡിയോ കോൾ ചെയ്ത് അവനെ കാണിക്കണം ഞാൻ പല്ല് തേക്കണം. 8:15 ആഹാരം കഴിക്കണം, ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം. ഇത്തരത്തിൽ നിബന്ധനകൾ വെച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. പിന്നെ വേറെ കുറെ പേരുണ്ട്. പെൺകുട്ടിയാണ്, കാമുകയാണ്, അവൾ എങ്ങോട്ട് പോയാലും ഇവളോട് പറയണം. അവൾ എന്ത് ചെയ്യുന്നു, തുമ്മുന്നു, ബാത്റൂമിൽ പോകുന്നു, പുറത്തിറങ്ങുന്നു, വണ്ടിയിൽ നിന്ന് എത്ര രൂപയ്ക്ക് പെട്രോൾ അടിച്ചു, എന്ത് ചെയ്തു, എത്ര രൂപയ്ക്ക് ടിക്കറ്റ്, ഇത് മൊത്തം അവനെ പറഞ്ഞ് കേൾപ്പിക്കണം. അവൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഗൂഗിൾ മാപ്പ് വാട്സാപ്പിൽ അയച്ചു കൊടുക്കണം. അവളെ ചങ്ങലക്കിട്ടേക്കുന്നുണ്ടാണ്, എങ്ങോട്ട് പോയാലും ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇത്തരത്തിലുള്ള ആളുകളെ പറ്റി എന്താ പറയുന്നത്? അവന്റെ സ്നേഹം കൂടുതലാണ് അവൻ കാണിക്കുന്നത്. അപ്പൊ അവർക്ക് എന്താ സ്വാതന്ത്ര്യം? അതാണ് സത്യം. അവൾക്ക് സ്വാതന്ത്ര്യം ഇല്ലെന്ന് കേട്ടാൽ അവളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ കണ്ടു കാണും, ഇവന് തോന്നിക്കാണും. പക്ഷെ അത് ഞാൻ പറയുന്നത് അവനെന്താ ആവുന്നില്ല, അതൊക്കെ പ്രശ്നം. അവനൊന്നും ആകുന്നില്ല. അല്ലേ, ഒരു കാര്യം മനസ്സിലാക്കണം. അവൻ ഈ ഉറക്കം എണീക്കുന്നതും പല്ല് തേക്കുന്നതും ഈ കുളിക്കുന്നതും ഈ പോകുന്നതും ഗൂഗിൾ പേ ഇത്രയും പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം അവൻ ഇവിടെ അല്ലാതെ വേറൊരു ചിന്തയവനില്ലാന്ന്. അതല്ലേ നമ്മൾ മനസ്സിലാക്കണം. ചിന്ത ഉള്ളവനാണ് ഇത് ചെയ്യുന്നതെങ്കിലും ചിന്ത ഉള്ളവനാണ് ചെയ്യുന്നത് നമുക്കും അറിയാം, ബാക്കിയുള്ളവർക്കും അറിയാം. ചിന്തയുള്ളവരാണെങ്കിൽ പിന്നെ ഇതൊന്നും നോക്കുകയാണെങ്കിൽ നീ പല്ല് തേക്കുന്നത് അവരൊരു 5 പേരോട് ഇതേ ചിന്തയാ. അതങ്ങനെ വരാം. ഇതിവിടെ കറക്റ്റ് ടൈം വെച്ച് ചെയ്തു. ഇവിടെ 8 മണിക്ക് നമുക്ക് പല്ലിയൊക്കെ സമയം കൊടുത്തേക്കാണെങ്കിൽ മറ്റൊക്കെ 8:15, മറ്റൊക്കെ 8:30, മറ്റൊക്കെ 8:45 ചെയ്യുന്നത് പെൺകുട്ടികളാണ്. അതിനെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഉണ്ടായിരിക്കും, ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന സെബിയുടെ വാട്സ്ആപ്പ് എടുത്ത് നോക്ക്, ഇപ്പൊ കാണാൻ പറ്റാത്ത. അല്ലല്ല, അത് ഇപ്പോഴത്തെ പയ്യന്മാർക്കുണ്ട്. ഞാനിപ്പോ ട്രെയിനിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. അതെ, ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് അത് ഇപ്പോഴത്തെ ഈ എന്താ പറയാ ന്യൂ ജനറേഷൻ പിള്ളേർക്കും ഉണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഈ അടുത്ത കാലത്ത് ഞാനൊരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ മേളിൽ ബർത്തിൽ കിടക്കുക. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഏത് സ്ഥലം എത്തിയെന്നോ എന്തോന്ന് ഇങ്ങനെ ജസ്റ്റ് നോക്കിയപ്പോൾ 7 പേരോട് ഒരു പെൺകുട്ടി ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 7 പേര്. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞുതരാം. സ്നേഹം കൊടുക്കല്ലേ, സ്നേഹം കൊടുക്കുകയാണ്. തീർച്ചയായും സ്നേഹത്തിന് വേണ്ടി 7 പേർ കാത്തിരിക്കുന്നു. 7 പേര് കാത്തിരിക്കുന്നു. ഇതിൽ 7 പേരിൽ എത്ര പേരാണ് വഞ്ചിക്കപ്പെടുന്നത്? 7 പേര് കാത്തിരിക്കുന്നു. ഇവള് സ്നേഹം കട്ട് ചെയ്യുമ്പോൾ 7 പേര് സങ്കടപ്പെടും. അപ്പൊ നിങ്ങൾ 7 പേരോട് ഒപ്പം നിൽക്കും, എന്നിട്ട് അവള് തെറ്റുകാരിയായി. ശരി, ഇനി ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പാഞ്ചാലിക്ക് 5 പേരോടാവായിരുന്നു, അവള് 7 പേരോടായതാണ്. നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. ഈ 7 എന്നുള്ള അപ്പോഴും ഞാൻ കണ്ടതാണ്. ഈ 0 കാണും, അതൊക്കെ ഓക്കെ. അടുത്ത ഇനി ഈ അടുത്ത കാലത്ത് ഇതേ ട്രെയിനിൽ ഇങ്ങനെ വേറൊരു കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു യുവാവ് ഒരു എന്താ പറയുക, അവനെ കണ്ടു കഴിഞ്ഞാൽ ഇതൊന്നും പറയില്ല. അവൻ പറഞ്ഞ 2 വാക്ക്, ഒരു വാക്ക് ഞാനിതിൽ പറയുന്നില്ല. അവൻ പറയുന്നത് എനിക്കിപ്പം 2 പ്രണയമുണ്ട്, 2 ദേഷ്യമുണ്ടെന്ന് പറഞ്ഞു. ആ ദേഷ്യം ഞാൻ പറയണം കണ്ടല്ലോ, പറഞ്ഞോ. 2 കളിക്കാരും ഉണ്ടെന്നാണ് പറഞ്ഞത്. 2 കളിക്കാരികളുമുണ്ട്, 2 പ്രണയമുണ്ട്. അപ്പൊ 4 പേരുമായിട്ടുള്ള ബന്ധം അവനുണ്ട്. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, ഇന്നത്തെ യുവതലമുറ അസൂയൊക്കെ തോന്നിയില്ലേ? അസൂയ അസൂയല്ല, ഇന്നത്തെ നമുക്ക് പഠിക്കാൻ പറ്റില്ല. നമ്മുടെ കാലഘട്ടത്തിൽ ഇങ്ങനെയല്ലല്ലോ, നമ്മൾ ഇന്നും അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ കൂടി ജീവിക്കുന്ന എനിക്ക് ഈ പറയുന്ന 4 അല്ല 10 അല്ലാത്ത രീതിയിൽ എനിക്ക് പോകാൻ പറ്റും. എൻജോയ് യുവർ ലൈഫ് മാൻ. അത് ഇത് പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നേ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വളർന്നു വന്ന ഒരു സാഹചര്യം. പ്രായം കൂടി വരിക, അവസരം കിട്ടുന്ന സമയത്ത് കപ്പാസിറ്റി ഉണ്ടാവില്ല. അല്ല, അത് കപ്പാസിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ 20 വയസ്സിനേക്കാളും നല്ല കപ്പാസിറ്റിയാണ് ഇപ്പോഴും. അറിയില്ല, അപ്പൊ കപ്പാസിറ്റിക്കൊന്നും ഒരു പരിപാടിയില്ല. അപ്പൊ അതുകൊണ്ട് കപ്പാസിറ്റിക്കൊന്നും ഒരു കുറവില്ല. അത് നമ്മുടെ ഒരു ബോഡി പവർ അത് ഉണ്ട്. അത് എനിക്കൊന്നല്ല, പക്ഷെ അത് ഇന്നത്തെ പുരുഷന്മാർക്ക് കുറച്ച് കുറവാണെന്ന് തോന്നുന്നല്ലേ, ഇന്നത്തെ യുവ തലമുറയ്ക്കും കുറച്ച് കുറവാണ് എന്നൊക്കെ പറയുന്നുണ്ട്.
ആ 7 പേരുള്ള കൊച്ചിനോട് ചിലപ്പോൾ ചോദിച്ചൊക്കെ അറിയായിരിക്കും, നമുക്കറിയില്ല. അതെ, അവർക്കറിയാൻ പറ്റും 7 പേരിൽ ആർക്കൊക്കെയാണ് പവറുള്ളത്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ. അപ്പോൾ ഇന്നത്തെ പെൺകുട്ടികൾ ഭൂരിഭാഗം പേരും പെൺകുട്ടികൾ ഒരിക്കലും ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നു. പുരുഷന്മാരിൽ വലിയൊരു വിഭാഗവും ഇന്ന് ലൈംഗിക ദാരിദ്ര്യം, പ്രത്യേകിച്ച് കേരളത്തിൽ അതിനുള്ള സംവിധാനങ്ങൾ കുറവാണ്. ഈ എറണാകുളത്ത് സംവിധാനങ്ങൾ ഉണ്ടെന്ന് പറയാം. ആണുങ്ങളുടെ കുഴപ്പമില്ലേ ഈ പെൺകുട്ടികൾക്ക് ലൈംഗിക ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കുന്നതിന്റെ കാര്യം? ഏതെങ്കിലും ഒരു പെണ്ണ് കൈ കാണിച്ച ചിലർ ഇഷ്ടം പോലെ ആണുങ്ങളുണ്ട്, ആണുങ്ങൾ കൈ കാണിച്ച ചിലർ ഇഷ്ടം പോലെ പെൺപിള്ളാരില്ല. ഇല്ല, അത് തന്നെയാണ് കാരണം. അതുപോലെ ഈ ആണുങ്ങൾ കൈ കാണിക്കില്ല, കൈ കാണിക്കാൻ പറ്റാത്തവരുണ്ട്. ഭൂരിഭാഗം പേര് ഡീസന്റ് ആണ്, പേടിച്ചിട്ടാണ്. നിയമത്തെ പേടിയാണ്. അതെ അതെ, പേടിയാണ്. എന്താണ് പറയുന്നത്, അടുത്തെന്താണ് ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ഈ സമൂഹത്തെ നമ്മൾ ഇങ്ങനെയൊക്കെ വരുന്നത്. ഇന്നിപ്പോ പുരുഷ വേശ്യമാരുടെ എണ്ണം കൂടി വരും. പുരുഷ വേശ്യമാരുണ്ടോ? ട്രാൻസ്ജെൻഡേഴ്സ് അല്ല, പുരുഷ വേശ്യമാർ. ആന്റിമാർക്കും ആവശ്യക്കാർക്കും പോയി സർവീസ് ചെയ്ത് കൊടുക്കുന്ന പുരുഷ അവരുടെ എണ്ണം. പിന്നെ ഉപയോഗിക്കപ്പെടുന്ന ആണുങ്ങളുടെ എണ്ണം കൂടി വിടുന്നു, പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾ. അതെ അതെ, അത് ഈ പറഞ്ഞ പുരുഷ വേശ്യമാർ, ഞാൻ അതുകൊണ്ട് ചിന്തിച്ചില്ല. വളരെ കറക്റ്റാണ്. അത് ഈ പറയുന്ന സാമ്പത്തിക നിലവാരമുള്ള സ്ത്രീകളാണ് ഇതിനെ ബന്ധപ്പെട്ട്. അതെ അതെ, അതുണ്ട്, തീർച്ചയായിട്ടും അങ്ങനെയുണ്ട്. പക്ഷെ എന്നാലും വലിയൊരു വിഭാഗം പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ ഈ ഇന്നത്തെ ന്യൂ ജനറേഷൻ അല്ലാത്ത, ഇപ്പൊ എൻ്റെ ഏജിലുള്ളത് ഒരു 30 കഴിഞ്ഞവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അതിന് താഴോട്ടുള്ളവർക്കാണ് ഈ പറയുന്ന രീതിയിലേക്ക് നടക്കുന്നത്. അത് കഴിഞ്ഞാൽ ഇടയ്ക്കുള്ളവർ ഇവിടുത്തെ പിള്ളേരുടെ ലൈഫൊക്കെ കാണുമ്പോൾ ഇപ്പൊ ജനിച്ചാൽ മതിയാണെന്നൊരു തോന്നലുണ്ടോ? അതെനിക്ക് തോന്നിയിട്ടുണ്ടില്ല എന്നൊന്നും പറയുന്നില്ല, തോന്നിയിട്ടുണ്ട്. ഇന്ന് അടിച്ചു പൊളിച്ച് സുഖമായിട്ട് ജീവിക്കാം, ആരും ചോദിക്കാനില്ല, വീട്ടുകാരെ പേടിയില്ല, നാട്ടുകാരെ പേടിയില്ല. ഞാൻ ഇന്നും നാട്ടുകാരെ പേടിക്കുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു ചമ്മൽ, നമ്മളെ പറ്റി മോശമായിട്ടൊരു വാക്ക്, പ്രത്യേകിച്ച് എന്നെ പറ്റി ഒരു മോശമായിട്ടൊരു വാക്ക് വന്ന മാധ്യമങ്ങളെല്ലാം എടുത്തിട്ട് അലക്കും. അപ്പൊ ഈ അലക്ക് വരുമെന്നുള്ളൊരു പേടി നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു രീതിയിലും നമ്മൾ തെറ്റ് ചെയ്യാതെ പോകുന്ന ഒരു രീതിയിലോട്ട് വരികയാണ്. കാര്യം നമ്മളത് തെറ്റായിട്ട് കാണുന്നു. ഇന്നത്തെ സമൂഹം ഇന്നൊരു പെൺകുട്ടിയെ റോഡിൽ വെച്ച് കിസ് ചെയ്താലോ വേറെ എന്ത് ചെയ്താലും ഒരു വിഷയമല്ല, അവർക്കൊരു പ്രശ്നമല്ല. പക്ഷെ ഈ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആർക്കെങ്കിലും പ്രശ്നം. നമ്മുടെയൊക്കെ പഴയ കാലത്ത് അങ്ങനെയാണോ? ഇപ്പൊ ചോദിക്കാൻ പറ്റില്ല, ഇപ്പൊ ചോദിക്കാൻ പാടില്ല. എന്തിനു ചോദിക്കണം? അവരുടെ സ്വാതന്ത്ര്യമാണ്. ഇപ്പോ യഥാർത്ഥം പറഞ്ഞാൽ ഇന്ന് സ്കൂളുകളും കോളേജുകളും ഇന്നത്തെ ഫെമിനിസ്റ്റുകൾ കാരണം വേശ്യാലയമാർ മാറിയിരിക്കും. ഇല്ലല്ലോ, അതെങ്ങനെയാ പറയാ? അതിന് ഇപ്പുറത്തെ ആണില്ലേ അവിടെ ഉണ്ട്. അത് ഏത് രീതിയിലാണ് ആക്കിയെന്നാണ് ഞാൻ. ഈ പെണ്ണുങ്ങളെ തള്ളി പിടിച്ചോണ്ട് പോകുന്നല്ല, സംശയമുണ്ടോ? പണ്ട് ആണൊക്കെ ഉള്ളതുകൊണ്ട് മാറി നിൽക്കുന്നത്. ഇപ്പൊ അങ്ങനൊന്നുമല്ല. ഇല്ലല്ല, ആണിനും പെണ്ണിനും ഒരേ സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടില് ഒരു റൂമിൽ ഒരു യുവാവ് പിടിച്ചുകൊണ്ട് പോയി എന്ന് പറയാം. ആ പെണ്ണിനെ ഇങ്ങോട്ട് പാടി എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോകാം. പക്ഷേ റോഡിലും ബസ് സ്റ്റാൻഡിലും സ്കൂളിലും കോളേജിലുമെല്ലാം ഓപ്പോസിറ്റാണ് നടക്കുന്നത്. പരസ്പര സമ്മതത്തോടാണ് ചെയ്യുന്നത്. അത് അല്ലാന്ന് പറയുന്നില്ല. രണ്ട് ചുണ്ടുകൾ കൂട്ടിമുട്ടുമ്പോഴാണ് ചുംബനം ഉണ്ടാവുന്നത്. ആ പെണ്ണ് മാത്രം ചെന്ന് അന്തരീക്ഷത്തെ ചുംബിക്കാൻ പറ്റുമോ? ആ പെണ്ണ് മാത്രമാണ് ചുംബിച്ചോണ്ടിരിക്കുന്ന യുവാക്കളെല്ലാം പഴം വിഴുങ്ങിയ പോലെ ഇരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. വീഡിയോയിൽ ഞാൻ കാണുന്നുണ്ട്. എന്താ പറയാ, ഇപ്പൊ ഈയിടയ്ക്ക് സ്കൂൾ യൂണിഫോം ഇട്ടിട്ട് ഒരു 2 വീലറിന്റെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏവിയേറ്റർ സ്കൂട്ടറാണ് അതിൽ കാണുന്നത്. അതിന്റെ സീറ്റിലിരുന്ന് ശരീരമായിട്ട് ബന്ധപ്പെടുകയാണ്. ഇതെന്താണ് കേരളം? പെണ്ണ് മാത്രമല്ല ആണുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ ഈ ഫെമിനിസ്റ്റുകൾ കാരണം ഇതൊക്കെ എല്ലായിടവും വേശ്യാലയം പോലെ ആയിരുന്നേ. അതാണ് ഞാൻ എതിർക്കുന്നത്. എന്റെ ചേട്ടാ, പണ്ട് ഇതൊക്കെ ഓലപ്പരയുടെ മറവിലും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളായിരുന്നു. പണ്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ല എനിക്കറിയാം, ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. ഞാനും പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചെയ്തിട്ടുണ്ട്. അത് വിട്, അതല്ല ഞാൻ പറഞ്ഞത്. കുറ്റം ആണിനും പെണ്ണിനും സമ്മതമാണെങ്കിൽ ചെയ്യുന്നോണ്ട് എന്താ പ്രശ്നം? ഞാൻ ഒരാളെ നിർബന്ധിച്ച് ചെയ്യുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അത്ര. അപ്പൊ തിരിച്ചു ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ സമ്മതത്തോട് കൂടിയിട്ടുള്ള ലൈംഗികബന്ധം നടത്തിയിട്ട് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് വിജയ് ബാബുവിന്റെ കേസുമല്ല. ഇതുപോലുള്ള ഈ സാധാരണ ഫാമിലിയിൽ കുടുംബത്തിൽ എത്രയോ ഇടത്ത് നടക്കുന്നു. ഭാര്യ പറയുകയാണ്, ഇന്നലെ എന്നോട് സമ്മതത്തോട് കൂടിയിട്ടല്ല അയാൾ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചതെന്ന് പറഞ്ഞാൽ അയാൾ ജയിലിലാണ്. എന്തിനാണെന്ന് പറയുന്നത്? അതിന്റെ ആവശ്യമല്ല, അത് തെറ്റാ. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ സ്ത്രീകൾ പരസ്പര സമ്മതത്തോട് കൂടിയിട്ട് നിങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് ഈ യുവാവിനെ എന്ന് വെച്ചാൽ അടുത്തൊരാളിനെ കിട്ടുമ്പോ ഇവനെ കരുവാക്കി ഇവനെ ജയിലിലടക്കുവാൻ വേണ്ടിട്ട് എന്തിന് ഇവനുള്ള പിന്നാലെ പോകാൻ പാടില്ല. അതായത് രണ്ടുപേർ തമ്മിൽ ബന്ധപ്പെടുന്നു, ആ പെൺകുട്ടിക്ക് വേറെ ആളുമായി അടുപ്പുണ്ടായി മാറിപ്പോവുകയാണ്. ഇവന്റെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ കേസും കൂട്ടം വരുന്നത്. അതിന് പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ ആദ്യമേ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയണം, നീ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കരുത്.
കാരണം എനിക്ക് ഏത് സമയവും വേറൊരു ബന്ധം ഉണ്ടാവാം, ഞാൻ അങ്ങോട്ട് പിന്മാറി. ഇതൊക്കെ അറിഞ്ഞാലും ഇപ്പോഴത്തെ നേരത്തെ പറഞ്ഞ ആണുങ്ങളുടെ മനസ്സ് അതാ ഇപ്പൊ പറഞ്ഞല്ലോ, അതാണ് ഈ സങ്കടപ്പെടുമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോഴിവിടെ മനസ്സിലൊരു ലോലതയാണ്. അങ്ങനെയല്ല, നമ്മളറിയും, നമ്മൾ കണ്ടോണ്ട് നിങ്ങൾ ആ പറഞ്ഞ പോയിന്റോട് ഞാൻ യോജിക്കുന്നത് അന്ന് പറഞ്ഞു. കാരണം ആണുങ്ങളെ സംബന്ധിച്ചോളം കാര്യങ്ങൾ മറക്കാൻ പറ്റില്ല. എല്ലാ സ്ത്രീകളും അടച്ചാക്ഷേപിക്കുന്നതല്ല, കുറച്ച് പ്രയാസം എന്നല്ല, വലിയ ബുദ്ധിമുട്ടാണ്. അവരെത്രയോ വർഷം കഴിഞ്ഞാൽ പോലും ഞാൻ പറയാമല്ലോ, ഞാൻ അന്ന് സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയെ ഇന്നും പൂർണ്ണമായിട്ട് മറക്കാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. വർഷം എത്രയായി? 2017, 7 വർഷമായി. ഇന്ന് വൈകിട്ട് 2 പെഗ് അടിച്ചിട്ട് മറ്റേ പാട്ടോടും അങ്ങനെ ആ കാലഘട്ടം കഴിഞ്ഞു. അങ്ങനെ പറയുമ്പോൾ ഞാൻ ശബ്ദം ഇല്ല, ആ സ്നേഹമുണ്ട്. പിന്നെ ഉള്ളിനകത്ത് നമ്മൾ എന്നെ ചതിക്കാത്ത പെൺകുട്ടി, എന്നെ ചതിച്ചിട്ടില്ല. എൻ്റെ കൂടെ 5 വർഷത്തോളം ഉണ്ടായിരുന്നു, ഒരുമിച്ചല്ല, ആ സ്നേഹബന്ധം ഒരുമിച്ചുണ്ടായിരുന്നു. ആ സമയം അത്രയും എന്റെ തെറി ഒരുപാട് കേട്ട ആളാണ്. എന്ന് പറഞ്ഞാല് തെറി കേൾക്കാനുള്ള ആളാണോ പെണ്ണ്? അല്ല, പിന്നെ നമുക്ക് ദേഷ്യം വരുമ്പോ ഞാൻ എന്റെ ജോലി സമയം ഞാൻ പറഞ്ഞോട്ടെ, സ്ത്രീകളെ വിളിച്ചിട്ടുള്ള ഏറ്റവും വലിയ തെറിയത് അതിപ്പോ ഏറ്റവും വലിയ തെറി അതിപ്പോ പറയാൻ പറ്റും. അല്ല, നല്ല ഏറ്റവും വലിയ തെറി ആദ്യം പൊടി ഡഷ്മോളെന്ന് വിളിക്കും. തിരിച്ച് പോണോ ഡാഷ്മോളെ അവള് വിളിച്ചാലോ? അവള് വിളിക്കില്ല. വിളിച്ചാൽ അല്ല, ഞാൻ അതിനൊരു കാരണമുണ്ട്. അജിത്കുമാറിന്റെ മുഖത്ത് നോക്കി നിങ്ങളുടെ കാമുകി പറയുകയാണ് പോടാ ഡാഷ്മോനെ ഇഷ്ടപ്പെടുവില്ല. അന്ന് കട്ടി നിങ്ങൾക്കാകാം, അവൾക്കായിക്കൂടാ. അല്ല, അവൾ പറയില്ല. അവളല്ല, ഏതോ അവൾ പറയും. വേറൊരു കാര്യമുണ്ട്. പിന്നെ ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നതെന്നും കൂടെ നോക്കണം. ഞാൻ മലയാളത്തിലാണ് ഞാൻ അവിടെ പറയുന്നത്, ഇടി ഞാൻ നല്ല തിരക്കാണ്, ജോലി തിരക്കിലാണ്, നീ എന്നെ വിളിക്കരുത്. കാര്യം അവള് വിളിക്കുന്നത് അവള് ഫ്രീ ആകുമ്പോഴും ഒളിച്ചു നിന്നൊക്കെയാണ് അവള് വിളിക്കുന്നത്. ഫ്രീ ആവും, ഓക്കെ. അപ്പോഴാണ് ഞാൻ പറയുന്നത്, ഇടി നീ ഇപ്പോഴും വിളിക്കരുത്. ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും അയൽവക്കത്തെ വീട്ടിലെ വാസുകുട്ടൻ ചേട്ടനുള്ള ഫോണിലേക്ക് വിളിക്കുന്നത്. കുറച്ചു നേരം സംസാരിക്കും. വീട്ടിൽ വന്ന് നിങ്ങൾ ഫോൺ എടുത്ത് നോക്കുമ്പോ വാസുകുട്ടൻ ചേട്ടനെ 5 മിനിറ്റ് സംസാരിച്ചിരിക്കുന്നു. എന്തിനാണ് ഈ വാസുകുട്ടൻ ചേട്ടനോട് സംസാരിച്ച്? അവള് ചുമ്മാ തമാശക്കല്ല, ഞങ്ങൾ തമ്മിൽ ബന്ധത്തിലാണ്, ഞങ്ങൾ അവളെ എടുത്തിട്ട് ഇടിക്കും ചെയ്തോളൂ. ഇതൊക്കെയാണ് ഇവിടുത്തെ ആളുകളോട്. ഞാൻ മൊത്തത്തിലുള്ള അവളുടെ കാര്യം പറയാണ്. അവൾക്ക് ആ കാലഘട്ടം അത്രയും എന്നോട് സ്നേഹബന്ധം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒരിക്കലും അവൾ വേറൊരു ബന്ധത്തിൽ പോയിട്ടില്ല എന്നും അവൾ നല്ല ഞാൻ പറയുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് വീണ്ടും അത് ആവർത്തിക്കുമ്പോഴാണ് എന്റെ അപ്പുറത്ത് കുറച്ച് കഴിഞ്ഞ് ഞാൻ വിളിച്ചിട്ട് സോറി പറയും. ഞാൻ വിളിച്ചിട്ട് പറയും, അടി അപ്പോഴേ ഞാൻ ഇത്തിരി തിരക്കായിരുന്നു, എൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും കൂടുതൽ സ്നേഹം ആ തെറി വിളിച്ചത് കൊണ്ടാണ് പിന്നീട് അനുഭവിക്കുന്നത് അവൾ അനുഭവിക്കുന്നത്. അപ്പൊ അവള് പറയാം, അത് കുഴപ്പമില്ല, അത് എനിക്കറിയാമല്ലോ. ചേട്ടൻ ഈ കാലത്ത് ജനിക്കണ്ടായിരുന്നു, അന്ന് ജനിച്ചത് തന്നെ കാര്യമായി, ഇല്ലെങ്കിൽ ഇടികൊണ്ട് ഉപ്പാട് വന്നു പോലെയായിരുന്നു. ഇടിക്കണമെന്നൊക്കെ ഇപ്പോഴും കുറച്ച് പേർക്ക് ആഗ്രഹമൊക്കെയാണ്, അവിടെ നടക്കില്ല. ചേട്ടൻ ഈ പറയുന്നതെല്ലാം ഈ വരുന്ന കാലത്തൊന്നും നടന്നു പോകാത്ത കാര്യങ്ങളായിട്ടാണ്. ഈ വരുന്ന കാലഘട്ടത്തിൽ നടക്കില്ല എന്നല്ല, നടത്തുന്നവരുണ്ട്. 30 വയസ്സിൽ താഴെയുള്ള ഏത് ഫാമിലിയിലും നടക്കുന്നുണ്ട്. കുറവാണ് ഇന്നത്തെ പെൺകുട്ടികൾ തന്നെ. എന്നാൽ ചില പെൺകുട്ടികളെ ഞാൻ ഇപ്പോൾ കാണുന്നുണ്ട്, അവര് അപൂർവം ചിലരാണെങ്കിലും അവർക്ക് ആ ഫാമിലി കൊണ്ട്. ചേട്ടന്റെ കൺസെപ്റ്റിലുള്ള ഒരു ഭാര്യ ഭർത്തൃ ബന്ധം എങ്ങനെയായിരിക്കും? ഭാര്യ, ഞാൻ പറയട്ടെ, ഇത് ചേട്ടന്റെ മനസ്സിൽ ഞാൻ വായിച്ചിട്ട് പറയാം. ഭാര്യ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഉണരണം. കുളമുണ്ടെങ്കിൽ കുളത്തിലൊന്ന് മുങ്ങി കുളിക്കണം, ഇല്ലെങ്കിൽ കുളിമുറിയിലെങ്കിലും ഒന്ന് കുളിക്കണം. കുളിച്ച് സാരി ഉടുത്ത് നെറ്റിയിൽ ചന്ദനം തൊട്ട് തലയിലൊരു തുളസിക്കതിരും ചൂടി രാവിലെ ചായയുമായി വന്ന് ഭർത്താവിനെ വിളിച്ചുണർത്തണം. ഉറക്കം മുഴുക്കാത്ത ഭർത്താവാണെങ്കിൽ കാലുമുടക്കി വന്ന് വാരിക്കൊല്ലം കൊടുത്തിട്ട് പൊടി മറ്റേ മൂളയെന്ന് വിളിക്കുമ്പോഴും അയ്യോ ചേട്ടാ അങ്ങനെ പറയല്ലേ, ചായ കുടിക്കുക എന്ന് പറയുന്ന പെണ്ണായിരിക്കണം ഭാര്യ. ഇതാണോ നിങ്ങളുടെ മനസ്സിലുള്ള ഭാര്യയുടെ സങ്കല്പം? ഇന്നത്തെ പെൺകുട്ടികൾ കുളിക്കാറില്ല, ആദ്യം മനസ്സിലാവും. കുളി കുറവാണ്. വട്ടിയൂർക്കാവ് അജിത് കുമാറിന്റെ ഭാര്യ സങ്കല്പം ഇതാണ്. ഒരിക്കലും എന്താണ്? കാരണം അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് കാര്യം. ഞാൻ അത്യാവശ്യം നന്നായിട്ട് പാചകം ചെയ്യുന്ന ആളാണ്. രണ്ടുപേരും കൂടി ചെയ്യണം, അതൊന്നും പ്രശ്നമൊന്നുള്ള കാര്യമാണ്. കാര്യം ഈ പെൺകുട്ടികൾ വെക്കുന്ന പാചകം ചെയ്യുന്നത് അധികം കഴിക്കാൻ പറ്റില്ല. എൻ്റെ ആദ്യത്തെ ഭാര്യയും ഇപ്പോൾ ഭാര്യയായിരുന്ന അവളും ഒരു വീട്ടിലൊക്കെ ആരെങ്കിലും ഗസ്റ്റായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ചിക്കനൊക്കെ വെക്കുന്നത് ഞാനാണ്. കാര്യം അവള് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം പാചകമൊക്കെ നമുക്ക് പറയും. അമ്മയെന്ന് പറഞ്ഞാൽ യഥാർത്ഥം പറഞ്ഞാല് അച്ഛനൊരു ഭാഗ്യവാനാണ്. എല്ലാ വലിയ വീരവാദം ഇറക്കുന്നവരും സ്ഥിരം അടിക്കുന്ന ഒരു ഡയലോഗായിരുന്നു. ഭാര്യയെ കുറിച്ച് കുറ്റം പറയും, കാമുകിയെ കുറിച്ച് കുറ്റം പറയും, പെങ്ങളെ കുറിച്ച് കുറ്റം പറയും, നാട്ടിലെ പെണ്ണുങ്ങളെ. അമ്മയെ കുറിച്ച് ചോദിക്കുമ്പോൾ അച്ഛന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു. അമ്മയെ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. എന്നാൽ മകന് നല്ലൊരു അമ്മയല്ല, അവിടെ കുറ്റമായിട്ട് തന്നെ പറയും. ഇന്നലെയും കൂടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നാട്ടുകാർക്ക് മാത്രമേ അമ്മ നല്ലതായിട്ടുള്ളൂ. അമ്മ നല്ലൊരു ഭയങ്കര ഒരു അടുക്കും ചീട്ടയും കാര്യങ്ങളും എന്താ പറയുക, പാചകം ചെയ്യാൻ എൻ്റെ അമ്മയെ പോയിട്ട് അതിൻ്റെ ഒരു അംശം എനിക്ക് എവിടെയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്.
നല്ല രീതിയിൽ പാചകം ചെയ്യാൻ അമ്മയെ വല്ലതിന് വേറെ ആളില്ല. അതുകൊണ്ടാണ് അച്ഛനോ ഭാഗ്യവാനെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ അവർ അവിടെ ജീവിച്ച കാലഘട്ടം നമുക്കറിയാമല്ലോ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ആ ഒരു രീതി വെച്ച് നോക്കണേ അച്ഛൻ ഭാഗ്യവാനാണ്. മകനെന്നുള്ള ഞാൻ പരാജയമാണ് അവിടെ. എനിക്ക് അമ്മ അത്രയും സ്നേഹമായിട്ട് ഒരു ഇളയ മകനാണ്, ആ ഒരു പരിഗണനയും നമുക്ക് തന്നിട്ടില്ല. പിന്നെ രണ്ടാമത്തെ മകനോട് മാത്രമാണ് കൂടുതൽ സ്നേഹം ഉണ്ടായിരുന്നത്. ഞാൻ എൻ്റെ ഈ കുഞ്ഞിനെ എനിക്ക് ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പേ അവിടെ വീട്ടിൽ കിടന്ന് നിലവിളിച്ച് കരഞ്ഞപ്പോൾ അയൽവക്കക്കാരൻ എന്നെ കൊണ്ടുപോയി വളർത്തിയത്. അമ്മ ഇപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നലെയും ഞാൻ പറഞ്ഞതാണ്. ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് കേൾക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ കേൾക്കണം, അതെനിക്ക് ആഗ്രഹമാണ്. അമ്മ കേൾക്കണം. അമ്മ കേട്ടാലും അത് മൈൻഡ് ചെയ്യില്ല. അതാണ്. അമ്മയോട് ദേഷ്യം ഉണ്ടായിരുന്നു? അമ്മയോട് അതൊന്നും എനിക്ക് ദേഷ്യമാണ്. അമ്മയോട് ദേഷ്യം, ഭാര്യയോട് ദേഷ്യം, ചുമ്മാതല്ല നിങ്ങൾ കേരള അതെ അതെ, അങ്ങനെയൊക്കെ പറയാം. കാര്യം അമ്മയോട് നല്ല ദേഷ്യമുണ്ട്, അച്ഛനോട് അത്രയും ദേഷ്യമില്ല. എൻ്റെ വീട്ടിൽ 3 കലം വച്ചു എന്ന് പറയുമ്പോൾ മനസ്സിലായല്ല, അത് അമ്മയാണ് എൻ്റെ കാരണക്കാരി. ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ അപ്പോൾ റെൻറ്റിന് പോയി, എനിക്കാണ് ആ വീട്. പക്ഷേ എന്നിട്ട് പോലും ഞാൻ അവിടെ നിന്ന് റെൻറ്റിന് പോയി. എനിക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. ഒരു ഡൈനിങ് ടേബിളിൻ്റെ 4 ചുറ്റും വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളും എല്ലായിടത്തും കഴിക്കില്ലല്ലോ. അത് അങ്ങനെയൊന്നും കഴിക്കില്ല. അപ്പൊ അമ്മ അങ്ങനെ ഒരു ശക്തമായിട്ട് നിലപാടുകൾ പറഞ്ഞുവെങ്കിൽ ഞാനത് അമ്മയല്ലേ എന്ന് പറഞ്ഞ് അവസാനം സമ്മർദ്ദത്തിന് വഴങ്ങി അച്ഛനും ഒരു ദിവസം പറഞ്ഞു, അവൻ്റെ കാര്യം നോക്കിയിരുന്നുവെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടതിനെ എന്നൊരു വാക്ക് പറഞ്ഞു. അന്ന് പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു, അവളോട് പറഞ്ഞു, കലം ഉണ്ടാക്കിക്കോ, അല്ല 3ാമത്തെ കലം ആക്കിക്കോ, നമ്മൾ ഉടനെ വീട് മാറും. അത് പറഞ്ഞ അങ്ങനെയാണ് ചെയ്തത്. അതുകൊണ്ട് അമ്മയോട് ഭയങ്കര ദേഷ്യമുണ്ട്. അപ്പോൾ ആരോടും പ്രത്യേകിച്ച് സ്ത്രീകളോടൊന്നും ജീവിതത്തിൽ കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ലാതെ മുന്നോട്ട് വന്ന ആളാണ് കേരള മെൻസ് അസോസിയേഷൻ. ഈ വനിതാ കമ്മീഷനൊക്കെ രൂപീകരിച്ചതുപോലെ ഒരു പുരുഷ കമ്മീഷൻ, അതിന്റെ നടപടി പ്രവർത്തനങ്ങളാണ് ഞങ്ങളിപ്പോൾ നടത്തുന്നത്. പുരുഷ കമ്മീഷൻ ഇവിടെ ഉടനെ വേണം. പുരുഷ കമ്മീഷൻ ചെയർമാനെന്ന് ബോർഡ് വെച്ചാൽ വണ്ടിയിൽ കാണേണ്ടി വരുമോ? പുരുഷ കമ്മീഷൻ അത് രാഷ്ട്രീയക്കാരെയാണ് വയ്ക്കുന്നത്. നമ്മളെപ്പോലുള്ള ഈ സംഘടനയിലുള്ള ഒരാളിനെ വെക്കാൻ ചാൻസ് ഇല്ല. പിന്നെ നമ്മുടെ നേതൃത്വത്തിൽ നമ്മൾ ഇനിയിപ്പോൾ സുപ്രീം കോടതിയിലൊക്കെ പോയി ഒരുപാട് ഫൈറ്റ് ചെയ്ത് ഒക്കെ ഇത് കൊണ്ടുവന്നാൽ ഇനി എന്തെങ്കിലും ഒരു സ്ഥാനം തരുമോ എന്നറിയില്ല. പക്ഷെ എനിക്ക് അതിനോട് താല്പര്യമില്ല. കാര്യം അവിടെ രാഷ്ട്രീയ സമ്മർദ്ദമായി. പക്ഷെ താല്പര്യമുണ്ട് എന്ന് സാധാരണക്കാർ വിശ്വസിക്കുന്ന കാര്യം ഞാൻ പറയട്ടെ. എനിക്കും തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഇയാൾ ഈ കാട്ടിക്കൂട്ടുന്നൊക്കെ ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഏഷ്യാനിൽ ബിഗ് ബോസിലേക്ക് പോകാനൊരു ആഗ്രഹം. ബിഗ് ബോസ് എന്നെ വിളിച്ചിട്ടില്ല. ഇതുവരെ വിളിക്കുകയാണെങ്കിൽ പോകില്ല എന്നൊന്നും ഞാൻ പറയുന്നത്. ബിഗ് ബോസിലേക്ക് പോകാനുള്ള കാട്ടിക്കൂട്ടലാണ്. അല്ല, ബിഗ് ബോസിലേക്ക് പോകേണ്ട കാട്ടിക്കൂട്ടേണ്ട കാര്യമില്ലല്ലോ. ബിഗ് ബോസിലെന്ന് പറഞ്ഞാൽ ഈ വ്യത്യസ്തമായിട്ടുള്ള തലത്തിലുള്ളവരെയാണ് അവർ ബിഗ് ബോസിലേക്ക് ക്ഷണിക്കുന്നത്. വ്യത്യസ്തമായ തലങ്ങളിൽ അറിയപ്പെടുന്നവരാകണമെങ്കിൽ താങ്കൾ കണ്ടുപിടിച്ച രീതിയാണ് മെൻസ് അസോസിയേഷൻ ഉണ്ടാക്കുക. സവാദിനെ പോലുള്ളവരെ മാലയിട്ട് സ്വീകരിക്കുന്ന വിവാദം. ഞാൻ സവാദിനെ പ്രതിയോ കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്നാൽ സവാദിന് പേര് പറഞ്ഞത് ഇത്തരം കേസുകളിൽ പെടുന്നവരെ മാലയിട്ട് സ്വീകരിക്കുക, ഇങ്ങനെ സജീവമായി നിന്ന് പോവുക എന്നതാണ് താങ്കളുടെ ഒരു ഉദ്ദേശം. ഞാൻ അതിന്റെ ഒരു 1-2 കാര്യം പറഞ്ഞാൽ 16.5 വർഷമായി സംഘടനയുടെ പ്രവർത്തനം തുടങ്ങിയിട്ട് അന്ന് ഈ ബിഗ് ബോസ് ഇല്ലായിരുന്നു. മനസ്സിലായില്ലേ? പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ, കുറേ വർഷങ്ങളോളം കഴിഞ്ഞപ്പോൾ 2017 രജിസ്റ്റർ ചെയ്തത്. അപ്പോഴും ബിഗ് ബോസ് ഇല്ലായിരുന്നു. അന്ന് മുതലേ എൻ്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ JB ജംഗ്ഷൻ ജോൺ സാറിനോട് ഭയങ്കര ആരാധനയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളും മറ്റു കാര്യങ്ങളും ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ എനിക്ക് പോകണമെന്ന് ലക്ഷ്യം വെച്ച് വന്നിട്ടുള്ളത് JB ജംഗ്ഷനിൽ പോകണമെന്നുള്ള ആഗ്രഹം എനിക്ക് അന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം MP ആയിട്ട് പോയപ്പോൾ അത് കൈരളി ചാനലിൽ അത് നിർത്തുകയും ചെയ്തു. ഇനിയിപ്പോൾ ബിഗ് ബോസിലേക്ക് ഈ വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തന ശൈലി കൊണ്ട്, പിന്നെ സവാദിൻ്റെ കാര്യം പറഞ്ഞു, സവാദിന് മാലയിട്ടത് കൊണ്ട് സത്യം പറഞ്ഞാൽ ഇത്രയും പബ്ലിസിറ്റി കിട്ടുമെന്നോ ഇത് ഇങ്ങനെ വളരുമെന്നോ ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ അവിടെ ചെയ്തത് ഇങ്ങനെ ഒരു മാലയിടാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒരു കാരണവശാലും പുറത്തു പോയി ആത്മഹത്യ ചെയ്തു. കാരണം ഇയാളുടെ ഫാമിലിയിലുള്ളവർ വരെ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് അവൻ്റെ ജീവിത സാഹചര്യം, അവൻ ആ നാട്ടിൽ ജീവിച്ച ഒരു ചുറ്റുപാട്, ഇതൊക്കെ വെച്ച് ഞാൻ നോക്കിയപ്പോൾ ഞാനിരുന്ന് ആലോചിച്ചു. കാര്യം നല്ലൊരു ചെറുപ്പക്കാരൻ ഇവന് പോയി പുറത്തിറങ്ങി ആത്മഹത്യ ചെയ്യുകയാണ്. കാര്യം ഒരുപാട് പേരുടെ ആത്മഹത്യ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഒരു റിപ്പോർട്ട് പോലും ചെയ്യില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇവനെ ഒന്ന് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് നമുക്ക് ഊരിയെടുക്കണം. ഇതിനു വേണ്ടി ഒരു ദിവസം ഞാനിരുന്നാലും എന്ത് ചെയ്യാൻ പറ്റും, ഇവനെ നേരിട്ട് കണ്ടുപോയി സംസാരിച്ച് കാര്യം ചെയ്യാൻ നമ്മളോട് ചിലപ്പോൾ ഓക്കെ പറയും, പക്ഷേ നടക്കില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഇവനെ ഒരു നല്ലൊരു വീരപുരുഷനാക്കി എടുക്കാം എന്ന് പറഞ്ഞ് ഞാൻ മാലയിട്ട് സ്വീകരിക്കാൻ വിചാരിച്ചു. പക്ഷേ അത് ഇത്രയും ഒരു പബ്ലിസിറ്റി കിട്ടുന്നു, ഇത്രയും ചാനലുകാർ അവിടെ വരുമെന്നോ ഞാൻ ഒരു കാരണവശാലും പ്രതീക്ഷിച്ചൊരു സംഭവമാണ്. അത് ഞാനങ്ങ് പെടുന്ന ഇട്ടു. പക്ഷേ ഇതങ്ങ് നമ്മുടെ സംഘടനയ്ക്കും അതിൽ കൂടി എൻ്റെ പേരാണ് അവിടെ ഉയർന്നത്. ഞാൻ സവാദിനെയാണ് യഥാർത്ഥം പറഞ്ഞാൽ ഉയർത്താൻ ശ്രമിച്ചത്. അത് ഒരു പക്ഷേ പേര് വന്നത് അത് എന്നിൽ കൂടി തന്നെ ആയിരുന്നു. അത് സ്വാഭാവികം അങ്ങനെ വന്നു.
ഇനി ആ ലെവലിൽ ഏതെങ്കിലും ലെവലിൽ ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ പോകില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാനവിടെ പോയി കഴിഞ്ഞാൽ അവിടെ അതിൻ്റെതായിട്ടുള്ള കുറച്ച് കളം നമ്മളവിടെ തീർക്കും. പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ അവിടെ അവതരിപ്പിക്കും. ഏറ്റവും കൂടുതൽ ഇന്നും പുരുഷന്മാർക്ക് വലിയ സാധാരണക്കാരായ പുരുഷന്മാർക്ക് അവരാണ് ഏറ്റവും കൂടുതൽ മരിക്കുന്നതെന്നോ അവരുടെ ഈ തലമുറകൾക്ക് ഇനി ദോഷം വരുമെന്നോ ഇന്നും അറിയില്ല. ഇങ്ങനെ ഒരു സംഘടന ഉണ്ടെന്ന് പോലും വലിയൊരു ഭാഗത്തിനും അറിയില്ല. അപ്പോൾ ഇതിനെയൊക്കെ ബോധവൽക്കരിച്ചെടുക്കുക, ഫെമിനിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് അടിച്ചൊതുക്കുക. ഇതൊക്കെ നമ്മൾ ധീരമായിട്ടുള്ള നടപടികൾ ചെയ്യും. ഒരിക്കലും അവിടെ ഒരു ലാഗ് ഉണ്ടാക്കില്ല. ശക്തമായിട്ടുള്ള നിലപാട് തന്നെ ഒരു മാറ്റം, അത് ഉറച്ച തീരുമാനം. അപ്പോൾ ബിഗ് ബോസ് മനസ്സിലൊരു ലക്ഷ്യം തന്നെയാണ്. ഒരിക്കലല്ല, അങ്ങനെയൊന്നുമല്ല. ബിഗ് ബോസ് നമ്മൾ വന്നാ വിടുമെന്നൊന്നും പറയാൻ പറ്റില്ല. വന്നാ വിടില്ല. വിളിച്ചാൽ പോകാൻ വേണ്ടി ശ്രമിക്കും. ഈ കേരളത്തിലുണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ടായിട്ടുള്ളത് ഏറ്റവും ഇഷ്ടമുള്ള വനിതാ നേതാവാണ്? വനിതാ നേതാവെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളെ പറയാൻ പറ്റും, മദർ തെരേസ. നേതാവല്ലല്ലോ. നേതാവല്ലെങ്കിൽ പൊളിറ്റിക്കൽ അങ്ങനെയാണെങ്കിൽ സോണിയാഗാന്ധി, സുഷമ സ്വരാജ്, ഇന്ദിരാഗാന്ധി ശക്തമായ നിലപാടെടുത്ത സ്ത്രീയാണ്. ഇന്ദിരാഗാന്ധിയെ പറയാൻ പറ്റും. അവര് അന്നത്തെ കാലത്ത് പോലും ശക്തമായിട്ട് ഇവിടുത്തെ ഏറ്റവും വലിയ ലോകരാജ്യങ്ങളിൽ അറിയപ്പെടുന്ന അവരോട് പോലും ഇന്ദിരാഗാന്ധി അംഗീകരിക്കുന്നു. ഇന്ദിരാഗാന്ധി അംഗീകരിക്കുന്നു. സ്ത്രീയായിട്ട് നമുക്ക് ഇന്നുള്ള നിലവിൽ അംഗീകരിക്കാൻ പറ്റുന്ന ഒരേ ഒരു സ്ത്രീ അവരെ നമുക്ക് പറയാം. ധീരമായിട്ടുള്ള അന്നത്തെ അവർ മരിച്ചപ്പോൾ പോലും ഇനി ഇങ്ങനെ ഒരു എന്താ പറയുക, കോൺഗ്രസിന്റെ ഒരു അവസ്ഥ തന്നെ മാറിയത് അവരുടെ കാലഘട്ടത്തിൽ കൂടിയാണ് പിന്നെ പോയിട്ടുള്ളത്. പിന്നെ ഒന്ന് രാജീവ് ഗാന്ധിയെ കുറച്ചു കാലമല്ലേ പോയിട്ടുള്ളൂ. ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരനൊരു സീറ്റ് ഓഫർ ചെയ്താൽ മത്സരിക്കും? എന്നെ ഒരു പാർട്ടിക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ്. ഞാൻ ഇല്ല, രാഷ്ട്രീയത്തിലില്ല. കാരണം നമ്മുടെ ഈ സംഘടനയിൽ എല്ലാ പാർട്ടിക്കാരും, അപ്പോൾ എല്ലാ പാർട്ടിക്കാരും നിലവിലുള്ളത് കൊണ്ട് എനിക്കൊരു രാഷ്ട്രീയ പാർട്ടികളുടെ വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടായിരുന്ന ആളുകൾ. നിലവിൽ എത്ര മെമ്പർമാരുണ്ട്? ഏകദേശം മെമ്പർമാരായിട്ട് പറയാൻ വേണ്ടി നമ്മളെ മെമ്പർഷിപ്പ് എടുത്തവർക്ക് ചുരുക്കമാണ്. പക്ഷെ അല്ലാതെ നമ്മുടെ ഈ എന്നെ വിളിക്കുകയും മറ്റു ഒരു 30,000 പേര് കാണും. മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തിയ ആളെ കൂട്ടാത്തതിന്റെ കാര്യം അങ്ങനെ വരുന്ന ഒരു കാര്യം കാണാൻ വേണ്ടി വരും. അജീവനാന്തകാല പ്രസിഡന്റ് ആയിട്ടിരിക്കണം ആഗ്രഹത്തിലാണോ? ഇല്ല, ഞാൻ 2 വർഷം കാണത്തുള്ളൂ. നമുക്ക് മറ്റേ പരിപാടി നടക്കുന്നില്ല. ഇനി 6 മാസം കഴിഞ്ഞു. ഇനി എന്റെ അളവ് ഒരു 1.5 വർഷം കൂടി ഇരിക്കുക. 1.5 വർഷം കൂടി ഇരുന്ന് താങ്കളുടെ നമ്പർ ചോദിച്ച് എന്നെ തന്നെ ഒരുപാട് പേര് വിളിക്കാറ്. അതെ, ആളുകൾ നമ്പർ കൊടുക്കാറുണ്ട്. അപ്പൊ ആളുകൾക്ക് താങ്കളെ ആവശ്യമുണ്ട്. ഇവനെ കുറ്റം പറയുന്നവരൊക്കെ കുറ്റം പറഞ്ഞോട്ടെ. താങ്കളുടെ ചില പ്രവൃത്തികളൊന്നും എനിക്ക് യോജിപ്പില്ല. മുഖത്തോട്ട് പറയാം. സ്വാഭാവികമായിട്ട് എന്റെ പല പ്രവൃത്തികളും യോജിപ്പില്ലാത്ത പ്രവൃത്തി ഏതാണ്? ഞാൻ ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഇത്തരത്തിൽ വിവാദമായ കേസുകളിൽ പോയി അനാവശ്യമായി നിങ്ങളത് പ്രൊമോട്ട് ചെയ്ത് അനാവശ്യമായി ഇടപെടുന്നു എന്നൊരു കുറ്റം എനിക്ക് പറയാനുണ്ട്. അല്ല, അതൊരിക്കലും എന്റെ നിലപാടാണ്, എന്റെ അഭിപ്രായമാണ്. ചിലപ്പോൾ താങ്കൾക്ക് ശരിയായ അഭിപ്രായം പറയാം. ഞാൻ ചോദ്യം ചോദിക്കട്ടെ, ഈ ഇന്നത്തെ റിലേഷനുകളെല്ലാം മാംസനിബിഡമാണ് ബന്ധങ്ങൾ എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അവരോട് ചോദിക്കുന്നത് പട്ടേൽ കുമാറിന്റെ അഭിപ്രായത്തിൽ എന്താണ് നല്ലൊരു പ്രണയം? നല്ലൊരു പ്രണയം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് വരുന്നതാണ് പ്രണയം. ഇന്നും വെറും ശരീരത്തോടുള്ള പ്രണയം മാത്രമേ ഭൂരിഭാഗം സ്ത്രീകൾക്കുള്ളൂ. അവർക്ക് ആ വ്യക്തി ഒരു പുരുഷനെ അനുഭവിക്കുക, അടുത്ത ആളിലേക്ക് പോകുക, അതല്ല പ്രണയം. പ്രണയം ഉള്ളിൽ നിന്ന് വരുന്ന ആ പ്രണയം ആണ് ഇന്ന് പുരുഷന്മാർക്ക് കൂടുതലുള്ളത്. ആ പുരുഷന്മാരാണ് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം ഇവർക്ക് വിട്ടുപിരിയാൻ പറ്റുന്നില്ല. കൊലപാതകങ്ങൾ, സ്ത്രീകളെ കൊല്ലുന്നതും പെൺകുട്ടികളെ കൊല്ലുന്നതിൻ്റെയൊക്കെ കാരണം എന്താണ്? ആസിഡ് ഒടിക്കുക. ഇങ്ങനെ ആസിഡ് ഒടിക്കുന്ന ഇപ്പം നേരെ ഓപ്പോസിറ്റ് ആയി തുടങ്ങി. കരിയിടയ്ക്ക് ഒരു സ്ത്രീ ഒരു യുവാവിനെയും ഒഴിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വരുന്നത് ഉള്ളിൽ അഗാധമായിട്ടുള്ള പ്രണയം വരുമ്പോഴാണ്. ആ പ്രണയത്തിനൊരു സുഖമുണ്ട്, അതിനൊരു ലാളിത്യമുണ്ട്. അത് ഇന്നത്തെ പെൺകുട്ടികൾക്ക് അറിയില്ല. കാര്യം അവർ ഒന്നിലല്ലല്ലോ നിൽക്കുന്നത്. ഒരിടത്ത് അമിതമായിട്ട് ഇങ്ങനെ ഒരുപാട് പേരാകുമ്പോൾ ആ പ്രണയത്തിനൊന്നും ഒരു വിലയില്ലാതാകും. അതാണ് സത്യം. കരഞ്ഞുകൊണ്ടോ ഞാൻ എന്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. ഇങ്ങനെ പോയിട്ട് പാടണമെന്നാണോ പറയുന്നത്? കാമകുമാരുടെ മുന്നിൽ തന്നെ എടുത്ത് കുട്ടിക്കരഞ്ഞുകൊണ്ടോ ഞാൻ എന്റെ കുറ്റങ്ങൾ സമ്മതിക്കാം, കാല് തൊട്ട് തൊഴുതിട്ട് ഞാൻ ഇനി മുതൽ നിന്നെ മാത്രമേ സ്നേഹിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടികൾ നിൽക്കണമെന്നാണോ താങ്കൾ പറയുന്നത്? എന്ന് ഞാൻ സഹിച്ചുകൊള്ളാം, നീ എന്നെ തെറി വിളിച്ചുകൊള്ളൂ, നിന്നെ സഹിക്കാൻ തയ്യാറായി ഇതാ ഞാൻ വന്നിരിക്കുന്നു. ഭൂമിയോളം സഹിക്കുന്നവളാണ് പെണ്ണ്. വഴക്കിടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രണയവും സ്നേഹവും വരുന്നത്. അതറിയാൻ പാടില്ലാത്ത ആ ഒരു മാസത്തെ ഒരു ദിവസം ഞാൻ എന്റെ ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കും. പിന്നെ ഒരാഴ്ച ഒരു പ്രശ്നം ഉണ്ടാക്കണം, വഴക്കുണ്ടാക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കണം. തെറിയെന്ന് പറഞ്ഞാൽ മറ്റേ തെറിയല്ല, അല്ല ഒരു നമ്മുടെ ദേഷ്യത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. അതൊക്കെ പറയണേ, പിണങ്ങണം.
പിണങ്ങുമ്പോഴാണ് അടുത്തൊരു പ്രണയവും സ്നേഹവും ആ ഒരു എന്തായാലും 1.5 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ പിണങ്ങാൻ ഒരു പാർട്ട്ണറെ കാത്തിരിക്കുകയാണ് വട്ടിയൂർക്കാവ് അജിത് കുമാർ. താല്പര്യമുള്ളവർക്ക് വട്ടിയൂർക്കാവ് അജിത് കുമാർ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഞാൻ വേറൊരു വിവാഹം കഴിക്കാം. എനിക്ക് കുഞ്ഞുങ്ങളോട് വിവാഹം കഴിക്കുന്നത് പെണ്ണിന്റെ ശരീരത്തോടുള്ള സ്നേഹം കൊണ്ടല്ല. എനിക്ക് മെയിനായിട്ട് ഈ കുഞ്ഞു മക്കളോട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊരു കിട്ടാത്തതിനുള്ള ബുദ്ധിമുട്ടിനെ പറ്റി നേരത്തെ പറഞ്ഞാലും ഈ മറ്റേ പരിപാടികൾ നടക്കാത്തതിന്റെ ഒരു വിഷമത്തെ പറ്റി നേരത്തെ പറഞ്ഞാലും ഒരു വലിയ വിഷമമൊന്നും അങ്ങനെയൊന്നല്ല നേരത്തെ പറഞ്ഞത്. സ്വാഭാവികമായിട്ട് നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ് അതാണ് സത്യം. ഇതന്നെ ഞാനും നേരത്തെ പറഞ്ഞു. ഒരുപാട് ഹോർമോണുകൾ ഉത്പാദിക്കപ്പെടുന്ന നമ്മുടെ ആരോഗ്യത്തിന് എന്തോ 3 കൊല്ലം 4 കൊല്ലം ഗൾഫിൽ കിടക്കുന്നവരുടെ ഭാര്യമാര് വഴിതെറ്റി പോകുന്നതിനെ പറ്റി എന്തോ പറഞ്ഞായിരുന്നു. അങ്ങനെ ഉള്ളവർ മാത്രമല്ല, ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്ന സ്ത്രീകളും കഴിപ്പ് കൂടുതലാണ്. അവർ പോകുന്നുണ്ട്. അതിന്റെ മാത്രമാണ് ഇന്ന് സമൂഹത്തിൽ ഒരുപാട് കാണുന്നത്. കാര്യം പ്രണയം അവിഹിത. എല്ലാവർക്കും വട്ടിയൂർക്കാവ് അജിത് കുമാറിനെ പോലെ 7 വർഷത്തിൽ പിടിച്ചു നിർത്താൻ പറ്റുമോ? എല്ലാവർക്കും പറ്റില്ല. പറ്റുമെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. യോഗയും മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടോ? ഞാനോ? അല്ല, എക്സസൈസ് ചെയ്യും. ജിമ്മില് പോയിക്കൊണ്ടിരുന്നു. ഇപ്പൊ കുറച്ച് സമയമില്ലാത്തത് കൊണ്ട് ഇനി എന്തായാലും ഉടനെ പോകണമെന്ന് എല്ലാ ദിവസവും പറയും. എല്ലാവരും സുഹൃത്തിനെ വിളിച്ച് പറയും, നമുക്ക് നാളെ പോകണം, മറ്റന്നാൾ പോകും. കയ്യിൽ തഴമ്പൊക്കെ ഉണ്ടോ? ഉണ്ടായിരുന്നു. പുഷപ്പ് എടുക്കുന്നു. അല്ലല്ല, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നൊക്കെ കട്ട് ചെയ്തെടുത്ത് കളഞ്ഞിട്ടില്ല. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. അതൊക്കെ അതിനുള്ള സംവിധാനങ്ങൾ മാറി. പഴയ കാലമൊക്കെ ഇപ്പൊ അതൊക്കെ മാറി. അല്ലെങ്കിൽ പുഷപ്പ് എടുക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും. എന്നാലും ഇത്രയും നേരം നമ്മളോടൊപ്പം സംസാരിച്ചത് KMAയുടെ സംസ്ഥാന പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാറാണ്. നന്ദി കേട്ടോ. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.